അതിന്റെ ബ്രാൻഡ് എന്ന് ഉള്ളവര് മനുഷ്യനായാൽ പോരാ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വളരെ ഹൃദയസ്പർശിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യനായാൽ മാത്രം പോരാ, എങ്കിൽ എന്ത് വേണം? ദൈവമാണോ? അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ഒരല്പം മനുഷ്യത്വമെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിലേ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റും. ഇപ്പൊ എത്ര പേര് പാടിയിരുന്നു, അതൊക്കെ വളരെ സത്യമാണ്. കാരണം നമ്മൾ മനുഷ്യനായിട്ട് നല്ല ഡ്രസ്സിൽ നടക്കുകയും മനുഷ്യത്വം ഇല്ലാത്ത കാണാത്തപരമായിട്ടുള്ള ചിന്തകളുമായിട്ട് സമൂഹത്തിൽ വിഹരിക്കുകയും ചെയ്യുകയാണ്. അതിൽ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പുരുഷന്മാർ മിക്കവരും പീഡകരും, സ്ത്രീകൾ പൊതുവെ സാത്വികരാണെന്നുള്ള രീതിയൊന്നും എനിക്കില്ല. രണ്ടു വശത്തും ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പൊ ഇത്തരം കവിതകളൊക്കെ അത്തരം ചിന്തകളെ എങ്കിലും മാറ്റാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തസ്കരൻ എന്നുള്ള കവിതയിലെ കബന്ധങ്ങളാണ് നാം ജീവനെന്നാൽ പിന്നെ കരുതി വെക്കുന്നത് ആർക്ക് വേണ്ടിയും പ്രിയസഖി കിടയത്തെ ശുദ്ധമാൻ നടന്നേയൊന്നുമേ വിപണിയിലില്ലെന്ന് അറിയുന്നത്. നമുക്കറിയാം, ശ്വാസം നിന്ന് ഏത് വലിയ കോർപ്പറേറ്റ് മേധാവി എന്ന് പറഞ്ഞാലും 3 മിനിറ്റ് മൂക്കുമായി പൊതിപിടിച്ചാൽ തീരും, അതോടുകൂടി എല്ലാം തീരും. അപ്പൊ അതുകൊണ്ട് നശ്വരമായ മനുഷ്യ ജന്മം ഇത്രയേ ഉള്ളൂ എന്നുള്ളത്, അത് എത്ര കോടികളുടെ മേൽ കിടന്നുറങ്ങുന്ന കോർപ്പറേറ്റുകളായാലും ശരി, ആരായാലും ശരി, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ട്, സമയപരിമിതി മൂലം അങ്ങോട്ടൊന്നും പോകുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ഇത്തരം മനോഹരമായ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാൻ എവർഗ്രീൻ ബുക്സ് സഹായിച്ചതിൽ അവർക്കുള്ള എന്നെ പോലുള്ള ഒരു വ്യക്തി ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് കടൽ ചിന്തകൾ, ചെറിയ ഏതോ ഒരു സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് അഗ്നിപർവ്വതങ്ങളുടെ ചിന്തകൾ മനസ്സിലുണ്ട്. അതിൽ അവയായ അക്ഷരങ്ങളായി പുറത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ബിജു മാഷിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇലയുടെ ദുഃഖം എന്നത് കരയിൽ നിന്നും അകന്നകന്ന് ഒരുപാട് ദൂരെ കരകാണാ കയകളിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരില വെറും പാടില്ല. ഓളങ്ങളിൽപ്പെട്ട് ഒഴുകി ഒഴുകി ദിശയില്ലാതെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് അതങ്ങനെ അലയുകയാണ്. സ്വപ്നങ്ങൾ മരവിച്ച അതിന്റെ മനസ്സിൽ എവിടെയോ ഒരു കോണിയിൽ നഷ്ടപ്പെട്ട ബാല്യകുമാരങ്ങൾ തങ്ങളുടെ തേങ്ങലുണ്ടോ? അറിയാത്ത ദൂരത്ത് സഹായത്തിന് വിളിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത ശരിക്കും ഒറ്റപ്പെട്ട ഒരു ഇലയുടെ രോദനം ആരെ അറിയാം? ഒറ്റപ്പെടലിന്റെ വേദന അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ. ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു അന്തരീക്ഷം. കൂട്ടിനായി തുള്ളി നോക്കിക്കാനും തൊട്ടുതലോടാനും മത്സ്യങ്ങളുണ്ട്, മറ്റു വസ്തുക്കൾ ഒട്ടനവധി. പക്ഷേ ഞെട്ടഞ്ഞു പോയ ഒരു ഇലയുടെ ജന്മം ഏറിയ എത്ര നാൾ? ഒരു കോണിൽ നിന്നും അഴുകൽ തുടങ്ങിയാൽ പിന്നെ ഒരു കയറ്റമാണ്. ഒടുവിൽ എല്ലാ ഭൂമിയും നഷ്ടപ്പെട്ടു അവസാനമെന്ന ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു അസ്ഥികൂടം മാത്രം. ഒരിക്കൽ നിറവും രുചിയും സത്തയും ഉണ്ടായിരുന്ന ഒരു ഇലയുടെ ശോഷിച്ച അസ്ഥിപഞ്ചനം. സിരകളില്ലാത്ത, നാടികളില്ലാത്ത, നിറവും മണവുമില്ലാതെ അതിങ്ങനെ കുറെ നാളുണ്ടാകും. പിന്നെ അത് വിസ്മൃതിയിലേക്ക് അലിഞ്ഞു പോകും. പക്ഷേ അപ്പോഴും പുഴ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. മറ്റൊരായിരം ഇലകളെ വഹിച്ചുകൊണ്ട് അതിന്റെ സ്വതസിദ്ധമായ രുചിയുമായി. ഇവിടെ സംസാരിച്ചവരൊക്കെ തന്നെ പറഞ്ഞതുപോലെ വൈലോപ്പിള്ളി മാഷിന്റെ വരികളെടുത്താൽ തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലിൽ കവിതയ്ക്കോ ഞങ്ങൾക്ക് മഷിപ്പാത്രം. കടലിലേക്കുള്ള കാഴ്ചകൾ, കടലിനകത്തുള്ള മത്സ്യവിഭവങ്ങൾ, മത്സ്യവിചാരങ്ങൾ, കരയുടെ കാഴ്ചകൾ, പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, നൈരാശ്യത്തിന്റെ, പ്രവാസത്തിന്റെ, അങ്ങനെ ജീവിതത്തിന്റെ അകമുറം കാഴ്ചകളെല്ലാം തന്നെ ശ്രീ ബിജു ജി നാഥിന്റെ കവിതകളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾക്കും പുസ്തകത്തിനും എല്ലാവിധ വായനാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് മറുമൊഴിക്കായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രാസംഗികനല്ല, വളരെയേറെ ആദ്യമായിട്ടാണ് മൈക്കിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളൊരു വിഷമത കൂടെയാണ്. എങ്കിലും നിങ്ങളെവർക്കും നന്ദി പറയാതെ എനിക്കിവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയും. എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ വിളിക്കാതെ എൻ്റെ പോസ്റ്റ് കണ്ട് മാത്രം എന്നെ വിളിക്കാൻ വന്ന
പുസ്തകങ്ങളെ വായിച്ചുകൊണ്ട് എൻ്റെ എഴുത്തുകളെ വായിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊരു പുസ്തകലോകം ഇറങ്ങിയിരുന്ന നമുക്ക് സിദ്ധാർത്ഥമായിരിക്കും എനിക്ക് സഭയിൽ പോലെയായിരിക്കും. ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമൊന്ന് മടിച്ചു, വീണ്ടും ഞാൻ കരുതി ചെയ്യുക. ചോദിച്ചതിനോട് പറയുന്നു അങ്ങനെ ചെയ്യണ്ടേ. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നോട് ചോദിച്ചതിന് ശേഷം ഇനി വേദി എന്നെ കൊണ്ട് എത്തിക്കാനുള്ള സകല കാര്യങ്ങളും ഈ പുസ്തകം ഇറക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയക്കാരെ കൊണ്ട് ചോദിച്ചവരെ വേണ്ടാന്നുള്ളത് എനിക്ക് താല്പര്യമില്ല തന്നെ. എഴുത്തിൻ്റെ വഴി രാഷ്ട്രീയക്കാർക്ക് എന്ത് പ്രാതിനിധ്യം എന്ന് ഞാൻ കഴിയാം. അദ്ദേഹത്തോട് തീർത്ഥത്തിന് കാപ്പാട് ഞാൻ വാക്കുകളൊന്നും കഴിയുന്നു. ഈ സദസ്സിനെ വളരെ സജീവമാക്കി നിലനിർത്തിയ വിനോദമുണ്ടായി. ഞങ്ങളിപ്പോൾ കഴിഞ്ഞുള്ളതാകെ ഈ ഫേസ്ബുക്ക് നേരിട്ട് നമ്മളെല്ലാവരും അനവധി പേര് ഇതിലുള്ള ഒരു 90% ആൾക്കാരെ നേരിട്ട്. പക്ഷേ നിങ്ങളെനിക്ക് നൽകിയ സ്നേഹം, എന്നെ അംഗീകരിച്ചതിൻ്റെ ആ ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞെടുക്കാൻ കഴിയും. ശ്രീ വിനോദ് വളരെ 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 നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തു. നന്ദിയുണ്ട്. പുതിയ തലമുറയുടെ എഴുത്തുകളെ അത്രയേറെ പ്രാതിനിധ്യം നോക്കിക്കാണുന്ന ഈ സമയത്ത് എൻ്റെ പുസ്തകത്തിന് ഒരാശ്രമം എന്ന കടമ നൽകാൻ ശ്രീ ഛായം തമ്മിൽ നല്ലൊരു എഴുത്തുകാരനാണ്. ഞാൻ അത് വായിച്ചിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അറിയുന്നതിൽ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. വളരെയേറെ നന്ദിയാണ്. വൈകുണ്ഠ സ്വാമികളും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുസ്തകത്തിലൂടെ തന്റെ സാമൂഹ്യ പ്രതിബദ്ധത വെളിച്ചത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ശ്രീ ഡോക്ടർ ജോയ് റാവുണ്ട്. അദ്ദേഹവും എൻ്റെ കവിതകളെ വളരെ നല്ല രീതിയിൽ തന്നെ വായിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ശ്രീ സുരേഷ് എൻ്റെ കവിതകൾ ഇത്ര നല്ല വിലയിരുത്തിപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ കരുതുന്നില്ല ഒരു കൃതി വായനക്കാരൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ എഴുത്തുകാരൻ വെറും പ്രിലിമിനറി ഒരു ആർട്ടിക്കിൾ മാത്രമാണ്. അവൻ എഴുതി അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ വായനക്കാരൻ തീരുമാനിക്കുന്നു, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ എഴുതുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ മാനങ്ങൾ ഒരു നിരൂപണം കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ നല്ലൊരു നിരൂപണം അല്ലെങ്കിൽ നല്ലൊരു വായന നടത്തിയെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എനിക്ക് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ വിപ്ലവകാരിയായ പുരോഗതി ശരിയല്ല, വിപ്ലവകാരിയായ പുരോഗതി വളരെ നന്നായിട്ട് എന്നെ വായിച്ചു വന്നത് ഈ ഒരു വേദിയിലേക്ക് വരാൻ പറ്റിയത് എനിക്ക് വളരെ നന്ദിയാണ്. എൻ്റെ നന്ദി. റോഹിത് ചേട്ടൻ, ശ്രീ സോണിയ, വളരെ നന്നായിട്ടുള്ള കാര്യങ്ങൾ എന്നെ വിലയിരുത്തി. നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പുസ്തകത്തിനൊരു അവതാരിക എഴുതണമെന്ന് ഞാൻ പറയുമ്പോൾ അതിനെന്താ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ശ്രീ പ്രൊഫസർ രഞ്ജൻ. ഞാൻ പറയും മുമ്പ് തന്നെ എൻ്റെ കവിതകളുടെ കോപ്പി വാങ്ങിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു അവതാരിക എഴുതാൻ മനസ്സിലാണിച്ച അദ്ദേഹം വരാൻ കഴിഞ്ഞില്ല. എങ്കിൽ കൂടി അദ്ദേഹത്തിനും എൻ്റെ നന്ദിയുണ്ട്. ഇവരെല്ലാം വഴി ഈ കൃതി അല്ലെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് ഞാൻ ആദ്യം തിരഞ്ഞെടുത്ത 50 കവിതകളിൽ നിന്ന് 35 കവിതകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കവിത തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ സഹായിച്ചത് ശ്രീ സർഗയാണ്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അതിനകത്തുണ്ടായിരുന്ന അക്ഷരത്തെറ്റുകളും ഒക്കെ തിരുത്തി അതിന് ഈ പരുവത്തിലാക്കി എടുക്കാൻ എന്നെ കൂടുതൽ സഹായിച്ചത് എൻ്റെ സഹപാഠിയായ ശ്രീ സർഗയാണ്. വളരെയേറെ നന്ദിയാണ്. ഒപ്പം എൻ്റെ വായനക്കാരായ എനിക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഓരോരുത്തരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ സഹപാഠിയുടെ പേരുടെയും പേരുണ്ട്. എല്ലാവരും വളരെ വളരെ ദൂരങ്ങളിൽ നിന്ന് വന്നത്. ബാലഞ്ചേട്ടൻ പൂപ്പൻ, ഇഞ്ചക്കാട് ബാലൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിടന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെവർക്കും എൻ്റെ നന്ദിയുണ്ട്. എന്നെ കൂടുതൽ വായിക്കപ്പെടുവാൻ, കൂടുതൽ എഴുതപ്പെടുവാൻ, കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി എഴുതപ്പെടുവാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങളുള്ളപ്പോൾ കൂടുതൽ എന്നെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തരാനും ഇങ്ങനെ അവസരമെടുക്കാനും ശ്രീ ഇതിലേക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും വിനീതനായി
ജിജു. ഫേസ്ബുക്കിലൂടെ മാത്രം പ്രൊഫൈൽ പിക്ചറിലൂടെ മാത്രം കണ്ടു പരിചയപ്പെട്ട ദീപ ചേച്ചി, ബിന്ദു ചേച്ചി, ജഗദീഷ് ഏട്ടൻ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനം പിരിഞ്ഞതായി അറിയിക്കുന്നു.